നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഇഡ്ഡലിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഇഡ്ഡലി. ഞാനത് റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം അതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന്. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോഴേ ഉള്ളൂ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് മെസ്സേജിൽ വരികയുള്ളൂ. എന്നാൽ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമെന്ന്. ഞാനിവിടെ ഒരു 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 കപ്പ് തൈര്, 170 ml 1 കപ്പ് തൈര് ചേർക്കുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് അതങ്ങോട്ട് രണ്ടും കൂടെ ചേരുന്ന പോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ് മല്ലിയിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കൊരു അല്പമായിട്ട് വെള്ളം ഒഴിച്ച്, കാരണം ഈ ബാറ്റർ ഒത്തിരി ലൂസാകാൻ പറ്റിയല്ല, ഒരു നന്നായിട്ട് ലൂസായിട്ട് കുഴഞ്ഞിരിക്കുന്ന പോലെ ആകത്തുള്ളത്. അതുകൊണ്ട് വെള്ളം അല്പം ഒഴിച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു മാക്സിമം 75 ml വെള്ളത്തിൻ്റെ ആവശ്യം വരുള്ളൂ. അത് നോക്കി വേണം. ഓരോ റവയുടെ അനുസരിച്ച് ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കി വേണം കുഴയ്ക്കാനായിട്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ അത്രയും ലൂസ് മാവും വേണ്ട, അതിൽ ശകലം കൂടെ ടൈറ്റായിട്ടിരിക്കണം ഇതിൻ്റെ മാവ്. അപ്പോൾ അത് നോക്കി നന്നായിട്ട് അത് കുഴച്ചെടുക്കുക. ഞാൻ കാണിക്കാൻ കുഴച്ച് വരുമ്പോഴത്തേക്ക് അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അതനുസരിച്ച് കുഴച്ചെടുക്കുക. ഇത് കണ്ടത് ഈ പരുവത്തിലേ ഉള്ളൂ മാവ് ആകാവുള്ളൂ. ഇനി നമുക്ക് 2 പച്ചമുളക് എടുത്ത് നല്ല കുനുകുനാന്ന് അരിയണം, ചെറുതായിട്ട് തീർത്ത്. ഒത്തിരി വലിയ പീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഇഡ്ഡലി കഴിക്കുമ്പോഴത്തേക്ക് കടിക്കും. കുഞ്ഞായിട്ട് അരിഞ്ഞ് അതും പിന്നെ ഒരു 2-3 ഇല കറിവേപ്പിലയും കൂടെ അതും ചെറുതായിട്ട് നമുക്ക് അരിയണം. അപ്പോൾ അത് രണ്ടും നമുക്ക് പിന്നെ അരിഞ്ഞെടുക്കാം. കറിവേപ്പില വറുത്ത് കഴിഞ്ഞ് അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇഡ്ഡലിക്ക്. അതുകൊണ്ട് പക്ഷെ ഒത്തിരി ആയി കഴിഞ്ഞാൽ അത് സുഖമില്ല. വളരെ 2-3 ഇല മാത്രം ആകാവുള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കുറച്ച് കാഷ്യൂനട്ട് വളരെ ഓപ്ഷണലാണ്, പക്ഷേ ഇടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എല്ലാം കൂടെ കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നിടം വരെ അത് റോസ്റ്റ് ചെയ്യണം. ചെറിയ തീയിൽ, ഒത്തിരി തീ കൂട്ടി വെച്ച് കരിയിച്ച് കളയിൽ, ഒരു മീഡിയം സൈസ് തീയിൽ, മീഡിയം ഫ്ലെയിമിൽ അത് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അത് നന്നായി റോസ്റ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു കളറ് മാറാൻ തുടങ്ങുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്യാം. എന്നിട്ടത് നമുക്ക് ആ മാവിലേക്ക്, നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഇഡ്ഡലി മാവിലേക്ക് അതും കൂടെ കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി അല്പം ഉപ്പും കൂടി ഇടാം. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടാം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് നമുക്കതങ്ങോട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ നല്ല റവയെല്ലാം നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും.
ഇനിയിപ്പോൾ ഈ 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു പരിപാടി ചെയ്യാം. നമുക്കിപ്പോൾ ഇഡലി ചുമ്മാ കഴിക്കാൻ പറ്റിയല്ലോ, അപ്പോൾ അതിനൊരു ചട്നി ഉണ്ടാക്കും. ആ ചട്നി കൂടെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ, ആ സെയിം പാൻ തന്നെ അടുപ്പിലിട്ട് വെച്ച് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് നന്നായിട്ട് എണ്ണ കിടന്ന് നല്ല ബ്രൗൺ ഒരു കളറാകണം. തീ ഒന്നും കൂട്ടി വെച്ച് ബ്രൗൺ ആക്കണ്ട, തീ കുറച്ച് വെച്ച് തന്നെ നല്ല ടൈം എടുത്ത് ബ്രൗൺ ആകുക. അത് കഴിഞ്ഞ് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഗ്രൗണ്ട്നട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അത് രണ്ടും നന്നായിട്ട് അതിനകത്ത് ഇടുന്ന എണ്ണയ്ക്കകത്ത് ഇടുന്ന റോസ്റ്റായിട്ട് നന്നായി റോസ്റ്റായി കഴിയുമ്പം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടി ഇല്ല, അതാണ് എടുത്തിരിക്കുന്നത്, അതും ഇട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യണം. ഈ സമയത്ത് അതിന് തീ കൂടുതലുണ്ടെങ്കിൽ തീ കുറച്ച് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിലും മുളക് പൊടി ഇടാവേ, കരിഞ്ഞു പോകരുത്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് അതിൻ്റെ ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അല്പം ഉപ്പും ഇട്ട് അത് നന്നായിട്ട് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. വെള്ളം കുറേ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 100 ml വെള്ളം ഒഴിക്കാം. കാരണം ഇത് നമുക്കിനി അരച്ചെടുക്കണേ. അപ്പം നിലക്കടല അരച്ചെടുക്കുമ്പോൾ അത് തിക്ക് പേസ്റ്റ് ആകും. നമുക്ക് ഒത്തിരി തിക്ക് പേസ്റ്റ് പോലെ വേണ്ട, അല്പം ഒരു അയഞ്ഞ ചട്നിയല്ല വേണ്ടേ. ഇഡ്ഡലി കഴിക്കുന്നതിന് ഒരു ശകലം അയഞ്ഞ ചട്നിയാണ് നല്ലത്. അപ്പം വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് ഉപ്പൊക്കെ ഇപ്പം നോക്കുക. തിളച്ച് കഴിഞ്ഞ് നമുക്കതൊരു മിക്സിയിലേക്ക് ഇടാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെക്കാം. സ്റ്റീമർ വെച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇഡ്ഡലി ഉണ്ടാക്കാം. ഈ സമയത്ത് ഇഡ്ഡലി മാവിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. വെള്ളം നന്നായി തിളച്ച് സ്റ്റീം വന്നു കഴിഞ്ഞേ ഉള്ളൂ നമ്മൾ ഇഡ്ഡലി നിറച്ച് തട്ട് വെക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒരല്പം എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് എടുക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ, ഇനി വിട്ടു പോകുന്നോളും. ഇഡ്ഡലി തട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇഡ്ഡലിയെല്ലാം നല്ല വേഗം ഇങ്ങോട്ട് പറഞ്ഞു പോരാൻ വേണ്ടിയാണ് ഇങ്ങനെ എണ്ണ ബ്രഷ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഇനി ഇത് നമുക്കിതിനകത്തേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് നിറച്ചും ഒത്തിരി നിറയ്ക്കല്ലേ, ശകലം പൊങ്ങി വരുമല്ലോ. അപ്പോൾ ഒരു 75-80% മാത്രം നിറയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് അതിൻ്റെ മേളത്തെ തട്ടിൽ താഴത്തെ ഇഡ്ഡലി മുട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എത്ര തട്ടുണ്ടോ അത്രയും തട്ടുകൾ നിറയ്ക്കുക. ഈ 1.5 കപ്പ് മാവ് കൊണ്ട് നമുക്കൊരു 12 ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് നമുക്ക് ക്യാരറ്റ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിലും ചേർക്കാൻ പറ്റും. ഇച്ചിരി പച്ചക്കറികളൊക്കെ ചേർക്കുന്നതുകൊണ്ടും ഇത് നല്ലതായിരിക്കും. പക്ഷേ അതൊന്നും ചേർത്തില്ല. ഈ പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിനകത്തോട്ട് ചേർക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഉണ്ടാക്കാം ഈ ഇഡ്ഡലി. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റീമറിലേക്ക് വെച്ച് 10-12 മിനിറ്റെങ്കിലും എടുക്കും ഇത് വെന്ത് വരാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മിക്സിക്കകത്ത് വെച്ചിരിക്കുന്ന കടലയും ഉഴുന്നുപരിപ്പൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ ചട്നി ഉണ്ടാക്കാനായിട്ട്, അതങ്ങോട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം. ഒത്തിരി തിക്കായിട്ട് വരുന്നെങ്കിൽ അല്പം വെള്ളം തിളപ്പിച്ചരച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് അരച്ചെടുക്കുക. ചമ്മന്തി അരച്ചത് ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വേണമെങ്കിൽ ഇനി ഇച്ചിരി കടുവും കറിവേപ്പിലയൊക്കെ കൂടെ മൂപ്പിച്ച് ഇതിൻ്റെ മേളിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കുത്തി നോക്കാം. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പോൾ ഇതിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വേകണം എന്നാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ വെക്കുക. 12 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് നമുക്ക് തട്ട് വെളിയിലെടുത്ത് വെച്ച് തണുപ്പിച്ച് അതിൽ നിന്ന് മാറ്റി നമുക്ക് ഇഡ്ഡലി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇൻ കേസിൽ നമ്മൾ മറന്നു പോവുകയാണ്, ഉഴുന്നും അരിയൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കാണ്ട് മറന്നു പോവാണ്, രാവിലെ വളരെ വേഗം ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാം കൂടെ കൂടി 30 മിനിറ്റിൽ ഇഡ്ഡലിയും ചമ്മന്തി എല്ലാം ഉണ്ടാകും. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം, വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം. നോക്കിയാൽ കണ്ടോ, നല്ല സോഫ്റ്റാണ് ഇഡ്ഡലി, കണ്ടോ, നല്ല സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്.
അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം, കമൻസൊക്കെ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.